കുറേ കാലത്തിന് ശേഷം ഇങ്ക് പെൻ വെച്ച് എഴുതാമെന്ന് വിചാരിച്ച് ഞാൻ ഇന്ന് 2 ഇങ്ക് പെൻ വാങ്ങിച്ചു. അപ്പോഴാണ് ഞാൻ പഴയ ഒരു കഥ ഓർമ്മ വന്നത്. കഥയല്ല, നടന്ന സംഭവം. അതായത് എൻ്റെ അച്ഛൻ്റെ അച്ഛന് ഒരു ഫൗണ്ടൻ പെൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പെന്നിൻ്റെ കളർ എന്ന് വെച്ചാൽ നല്ല ബ്രൗൺ കളറും സ്വർണ്ണ അടപ്പുമായിട്ടുള്ള ഒരു പെൻ. അപ്പം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തായിരുന്നു ഞാൻ അവിടെ താമസിച്ചിട്ടുണ്ട് ചിറ്റയുടെ കൂടെ. അപ്പോൾ ആ സമയത്ത് തൊട്ടടുത്തായിരുന്നു മുത്തച്ഛൻ താമസിച്ചിരുന്നത്. അപ്പോൾ മുത്തച്ഛൻ്റെ അവിടെ പോയപ്പോൾ ഈ ഫൗണ്ടൻ പെൻ കണ്ടപ്പോൾ ഞാൻ മുത്തച്ഛനോട് കുറേ ചോദിച്ച് മുത്തച്ഛൻ ആദ്യമൊന്നും തന്നില്ല. ഒരു ദിവസം അത് എഴുതാനായിട്ട്, അതായത് കോളേജിൽ കൊണ്ടുപോകാനായിട്ട് മേടിച്ചു. എന്നിട്ട് മേടിച്ചിട്ട് ഞാനത് ഒരു ദിവസം കൊണ്ടുപോയി, അടുത്ത ദിവസവും കൊണ്ടുപോയി. എന്നിട്ട് അത് അവിടെ ആരോ എന്നോട് കടമായിട്ട് ഒന്ന് എഴുതിക്കോട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ഞാനതെടുത്ത് കൊടുത്തു. പക്ഷെ പിന്നെ ഞാൻ തിരിച്ചു ചോദിച്ചപ്പോൾ അത് അവരുടെ കയ്യിലില്ല, അത് കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കങ്ങ് വിഷമമായി. കാരണം ഞാൻ മുത്തച്ഛൻ്റെ കയ്യിൽ നിന്ന് കുറേ ചോദിച്ചാണ് അത് വാങ്ങിയത്. മുത്തച്ഛന് ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. കാരണം മുത്തച്ഛൻ പറഞ്ഞു സൂക്ഷിക്കണം, നശിപ്പിക്കരുത്, തിരിച്ചു കൊണ്ടുവരണം, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് തന്നത്. പിന്നെ എനിക്ക് ഇത് പോയപ്പോൾ ഒരു ഭയവും ഉണ്ടായിരുന്നു, ഈ മുത്തച്ഛൻ എന്ത് പറയും എന്നൊക്കെ വിചാരിച്ചു. അതുകൊണ്ട് ആദ്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു മുത്തച്ഛനോട്. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ മുത്തച്ഛൻ ചോദിച്ചു എന്നോട്, ആ പേന എന്തെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു. വിഷമിച്ചിട്ടാണ്, എനിക്ക് പേടിയുണ്ടായിരുന്നു എന്തെങ്കിലും വഴക്ക് പറയുമോ എന്ന്. മുത്തച്ഛൻ വഴക്കൊന്നും പറയൂല, പക്ഷെ അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു. കാരണം മുത്തച്ഛന് നല്ല കാര്യമായിരുന്നു. അതുകൊണ്ട് എനിക്കങ്ങനെ മുത്തച്ഛൻ വഴക്കൊന്നും എന്നോട് പറഞ്ഞില്ല. പക്ഷെ മുത്തച്ഛൻ എന്നെ ഒത്തിരി ഉപദേശിച്ചു. അന്ന് മനസ്സിലാക്കിയതാണ് ഞാൻ ഒരു കാര്യം, മറ്റുള്ളവർക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കും ചെറിയ നിസ്സാരം. നമുക്കത് നിസ്സാരമെന്ന് തോന്നാം, പക്ഷേ അവർക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് എടുത്താലും വാങ്ങിയാലും, അല്ലെങ്കിൽ അതിപ്പം നമുക്ക് അത്യാവശ്യത്തിന് ചോദിച്ചതായിരിക്കാം, പക്ഷെ അത് ഭദ്രമായിട്ട് അവർക്ക് തിരിച്ചു നൽകണം എന്നുള്ളൊരു കടമ കൂടെ നമുക്കുണ്ട്. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല, അവർക്കത് ഒരുപാട് പ്രിയപ്പെട്ടതായിരിക്കും. അതുകൊണ്ട് അതിനുശേഷം പിന്നെ ഞാനങ്ങനെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഒന്നും. കാരണം എനിക്കത് ഭയങ്കര നല്ല ഉപദേശമാണ് അന്ന് തന്നത്. എനിക്ക് അത്ര വ്യക്തമായിട്ട് ഓർമ്മയൊന്നുമില്ല, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എന്നും നിൽക്കും. ഒരുപാട് കുറുമ്പത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ചില നല്ലതും നമ്മളതിലൊക്കെ പഠിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.